മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ഇവയെല്ലാം നമുക്ക് വെറുതെ ലഭിക്കുന്ന ഒന്നല്ല എന്നതും വാസ്തവമാണ്. നാം ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കപ്പെടുവാനും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാനും നാം നമ്മുടെ ജീവിതത്തിൽ പടുത്തുയർത്തേണ്ട നന്മ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഹൃദ്യമായ വാക്കുകൾ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥിൽ നാം കാണുന്നതും ഈ ഒരു നന്മയാണ്. യേശുനാഥനെ കുറിച്ച് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അവർ അത്ഭുതസിദ്ധരാകുകയും അവനെ പ്രശംസിക്കുകയും ചെയ്തു. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സ്വഭാവം എന്നിങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന എല്ലാ നന്മകളും പ്രതിഫലിക്കുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം: സൗമ്യമായ വാക്കുകൾ ക്രോധം ശമിപ്പിക്കുന്നു, പൗരുഷമായ വാക്കുകൾ ക്രോധം ഇളക്കിവിടുന്നു. എഫേഷ്യൻസ് 4:29 പൗലോസ് പറയുന്നു: നിങ്ങളുടെ അതിരങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, മറിച്ച് മറ്റുള്ളവർക്ക് ദൈവിക ചൈതന്യം പകരും വിധം നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുവിൻ. ഇപ്രകാരം ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് നാം സംസാരിക്കുവാൻ പഠിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നവരായും സ്വീകരിക്കപ്പെടുന്നവരായും നാം മാറുന്നത്. ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വേദനകൾക്കും സഹനങ്ങൾക്കും കാരണങ്ങളായി മാറുന്നത് ക്രിസ്തുവിനെ അനുകരിക്കാത്ത നമ്മുടെ സംസാര രീതിയും തിന്മ നിറഞ്ഞ നമ്മുടെ സംസാരവുമാണെന്നത് സത്യമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നിന്റെ നാവ് തീയാണ്, അത് തിന്മയുടെ ഒരു ലോകം തന്നെയാണ്. ഒരു വ്യക്തിയെ ഇല്ലാതാക്കുവാൻ, വേദനിപ്പിക്കുവാൻ നമുക്ക് വാളിൻ്റെയോ വടിയുടെയോ ആവശ്യമില്ല, മറിച്ച് നമ്മുടെ വാക്കുകൾ തന്നെ ധാരാളമാണ്. ഈ ഒരു ബോധ്യത്തിൽ നിന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ക്രിസ്തുവിനെ പോലെ കൃപാവചസ്സുകൾ നിറഞ്ഞ വാക്കുകൾ പറയുന്നവരായി മാറുമ്പോഴാണ് ക്രിസ്തുവിനെ പോലെ നാം എല്ലാവരും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നത്. നാം എല്ലാവരും എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭവനങ്ങളിൽ തന്നെയാണ്. കാരണം മറ്റിടങ്ങളിലെല്ലാം നാം യഥാർത്ഥമായി നമ്മെ തുറന്നു കാണിക്കാതെ കാപട്യമായി സംസാരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ മുഖം നാം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഭവനങ്ങളിലായതുകൊണ്ട് നാം ഏറ്റവും ഹൃദ്യമായി ക്രിസ്തുവിനെ പോലെ സംസാരിക്കേണ്ടതും നമ്മുടെ ഭവനങ്ങളിലാണ്. അപ്രകാരം സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഭവനങ്ങളിലുള്ളവർക്ക് സ്നേഹവും സമാധാനവും പകരുവാനും ആ സ്നേഹവും സമാധാനവും അനുഭവിക്കുവാനും അവർക്കും സാധിക്കുക. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 6:45 ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുന്നത്. എപ്രകാരം നമുക്ക് ക്രിസ്തുവിനെ അനുകരിച്ച് സംസാരിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, നാം എല്ലാ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാ സംവാദവും നാം വിജയിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കുക എന്നതാണ്. രണ്ടാമതായി, നമ്മുടെ സംസാരത്തിൽ നാം മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. ഇപ്രകാരം നാം നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം പകർത്തുമ്പോഴാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വലിയ വലിയ ഭവനങ്ങൾ പണിയുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ഭവനങ്ങൾ നാം പണിയുന്നവരായി മാറുന്നത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തുമ്പോൾ മാത്രമാണ്. അപ്രകാരം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ടുള്ള നമ്മുടെ ഹൃദ്യമായ സംസാര രീതി മൂലമാണ് എന്നൊരു ബോധ്യവും നമുക്കുണ്ടായിരിക്കട്ടെ. അപ്രകാരം നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19:14 സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, എൻ്റെ അതിരങ്ങളെ, വാക്കുകളെയും ഹൃദയങ്ങളെ, വിചാരങ്ങളെയും നിന്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമാകുവാറാകട്ടെ. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാം എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. മത്തായിയുടെ സുവിശേഷം 24:35 നാം വായിക്കുന്നത്: ആകാശവും ഭൂമിയും കിടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കിടന്നു പോകുകയില്ല എന്നാണ്. മാറ്റമില്ലാത്ത വചനങ്ങൾക്ക് മാറ്റം മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ നൽകുവാൻ സാധിക്കുക എന്ന ബോധ്യത്തോടുകൂടെ വചനത്തിന് പ്രാധാന്യം നൽകുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നമ്മുടെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമെല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കുക. ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുവാനായിട്ട് നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും നമുക്ക് ആവശ്യപ്പെടാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷ നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.